അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സർവാധന്യരായ സയ്യിദ് മിർബാത്ത് തങ്ങൾ ഉൾപ്പെടെ വേദിയിലും സദസ്സരുമായിട്ടുള്ള സയ്യിദന്മാരെ, അഭിമന്യരായ ആലിമീങ്ങളെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, ബഹുമാനനായ സയ്യിദ് മുബശ്ശിർ തങ്ങൾ ജമലേലി, SKSന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി OP അഷ്റഫ് സാഹിബ് ഉൾപ്പെടെ അഭിനയ നേതാക്കന്മാരെ, SKSSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വളരെ നല്ലൊരു സംരംഭത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. രാവിലെ ആരംഭിച്ച് അൽഹംദുലില്ലാഹ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞു. ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം, അല്ലേ, നല്ല ബിരിയാണി കഴിച്ച് ഒരു മയക്കത്തിൻ്റെ സമയത്തിലാണ് നമ്മൾ ഇനി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് കടക്കാൻ പോകുന്നത്. നല്ല AC ഫോളോ ആകുമ്പോൾ ഉറക്കം സ്വാഭാവികമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും ഉറങ്ങാതിരിക്കുന്നു പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹാമലായി സ്വീകരിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അവൻ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയമാണ് എന്നോട് അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സിറാത്തുൽ മുസ്തഖീം, ആ വാക്കിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ? മുസ്തഖീമായ വഴി, ശരിയായ മാർഗം എന്നതിനർത്ഥം. ശരിയായ റൂട്ടിനാണ് അറബിയിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുക. ശരിയല്ലാത്ത ഒട്ടേറെ റൂട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നിർബന്ധ ബുദ്ധി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലേ? ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് ദുആ ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ 17 പ്രാവശ്യം പറയേണ്ടി വരുന്നതെന്നാ അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ കാരണം, മറുപടി, മുസ്തഖീമല്ലാത്ത ധാരാളം വഴികളുണ്ട്, അതിലേക്ക് ആളുകൾ ആകർഷിക്കാൻ സാധ്യതയേറെയാണ്. മുസ്തഖീമല്ലാത്ത വഴിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നമ്മൾ അള്ളാഹുവിനോട്, പടച്ചവനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ. ഇത് നമ്മൾ നിർബന്ധമായിക്കൊണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണേ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹീഹ് ഹദീസിൽ കാണാം, സഹാബത്തും കൂടി ഇരിക്കുന്ന സമയത്ത് ഖത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് നീളത്തൊരു വരങ്ങനെ വരച്ചു. നീളത്തൊരു വരങ്ങനെ വരച്ചു. വഖത്ത അൻ യമീനിഹി വഅൻ ശിമാലിഹി ഖുതുതൻ കസീറ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തോട്ടും ഇടത്തോട്ടും കുറേ ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ വരച്ചു. ആദ്യം നീളത്തൊരൊറ്റ വര, അതിൽ നിന്ന് വലത്തോട്ട് ഇടത്തോട്ട് കുറേ ചെറിയ വരകൾ. ഈ നീളത്തുള്ള വരയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതാണ് എൻ്റെ മാർഗം, സിറാത്തി, എൻ്റെ മാർഗം ഇതാണ്, ഫത്തബിഊഹു, ഈ മാർഗത്തെ ആയിരിക്കണം നിങ്ങൾ അനുകരിക്കേണ്ടത്. ഈ നീളത്തുള്ള വര കാണിച്ചിട്ട് എന്നിട്ട് വലത്തോട്ടും ഇടത്തുള്ള വരകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇതും വഴികളാണ്, മാർഗങ്ങളാണ്, പക്ഷേ ഓരോ വഴിയിലും ശൈത്താനുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴികൾ നിങ്ങൾ സ്വീകരിക്കരുത്. അപ്പോൾ നേരെയുള്ളൊരു വഴി,
ആ വഴിയിൽ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടും കുറേ ചെറിയ ചെറിയ വഴികൾ, ആ വഴികളൊക്കെ പോകുന്നത് ഈ നേരായ മാർഗത്തിൽ തന്നെയാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ ചെറിയ ചെറിയ വഴികളോട് നിങ്ങൾ പിൻപറ്റരുത്, നേരെയുള്ള വഴിയോടായിരിക്കും നിങ്ങൾ പിൻപറ്റേണ്ടത്. എത്ര കൃത്യമാണ് നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമാണ് നോക്കൂ നിങ്ങൾ. നേരായൊരു വഴി പുണ്യ നബിയിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചാൽ നമ്മളിലെ കൃത്യമായിട്ട് നമുക്ക് എത്തുന്നൊരു വഴിക്കാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം എന്ന് പറയുന്നത്. ഏതെങ്കിലും വഴിയായി പോരാ, നേരായ വഴി തന്നെ ആയിരിക്കണം. ഏതാണ് ആ വഴി? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളിലേക്ക് എത്തിയ വഴി, സഹാബാക്കളിൽ നിന്ന് താബീങ്ങളിലേക്ക് എത്തിയ വഴി, താബീങ്ങളിൽ നിന്ന് തബഉ താബീങ്ങളിലേക്ക് എത്തിയ വഴി, അവരിന്ന് അവരുടെ പിൻഗാമികളിലേക്ക് എത്തിയ വഴി, അവരിന്ന് അങ്ങോട്ടിങ്ങോട്ട് വന്നാൽ മഖ്ദൂമിങ്ങളിലേക്ക് എത്തിയ വഴി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ മമ്പ്രം തങ്ങളിലേക്കും വെളിയങ്കോട്ട് ഉമർ ഖാദിയിലേക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളിലേക്കും, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ കണ്ണിയത്ത് ഉസ്താദിലേക്കും ഷംസുലുമിലേക്കും, ഇങ്ങനെ എത്തിച്ചേരുന്ന കൃത്യമായ വഴി ഇതാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. എത്ര കൃത്യമാണത്, അതിന് യാതൊരു വളവുമില്ല. ഇപ്പം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉസ്താദുമാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദ് ഇന്ന ഉസ്താദാണ്, ഉസ്താദിൻ്റെ ഉസ്താദ് ഇന്ന ഉസ്താദാണ്, ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് ഇന്ന ഉസ്താദാണ്. ഇങ്ങനെ പിടിച്ചാൽ 41-ാമത്തെ ഉസ്താദ്, ചിലപ്പോൾ 42 അല്ലെങ്കിൽ 43 അല്ലെങ്കിൽ 44-ാമത്തെ ഉസ്താദൊക്കെ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൃത്യമായിരിക്കും അത്, നമുക്കൊന്നും തെറ്റിപ്പോണമെന്നില്ല, ഒരാളെപ്പോലും മാറ്റി നിർത്തേണ്ടി വരുന്നില്ല. ഈ 40 ഉസ്താദുമാർ ഒരേ ആദർശക്കാരായിരിക്കും, ഒരേ വിശ്വാസക്കാരായിരിക്കും, ഒരഭിപ്രായ വ്യത്യാസത്തിൽ കാണാൻ കഴിയില്ല. ഇതാണ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം. ആ പാരമ്പര്യം എന്ന് പറയുന്നത് അള്ളാഹു ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആ പാരമ്പര്യത്തിൽ ഒന്നാമത്തെ കണ്ണികൾ ആരാ? സഹാബാ കിറാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞില്ലേ, അസ്ഹാബി കന്നുജൂം, എൻ്റെ സഹാബത്തെ നക്ഷത്ര തുല്യരാണ്. അത് നിങ്ങൾ ആരെ അനുഗമിച്ചു കഴിഞ്ഞാലും, സഹാബത്ത് നിങ്ങൾ ആരെ പിൻപറ്റി കഴിഞ്ഞാലും ഇഹ്തദൈത്തും, നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരായി തീരും. ഇതാണ് ഒന്നാമത്തെ തലമുറ. രണ്ടാമത്തെ തലമുറ ആരാ? താബിഈങ്ങളാണ്. അവരെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ട്, മുത്തുനബി ജീവിച്ച കാലഘട്ടം. പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ട്, പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ട്, പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ട്. 3 നൂറ്റാണ്ടുകൾ നബിയിലേക്ക് ചേർത്തി പറഞ്ഞ 3 നൂറ്റാണ്ടുകൾ താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും അവരുടെ പിൻഗാമികളുടെ നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ആ നൂറ്റാണ്ടിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ആ നൂറ്റാണ്ടിലാണ് ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. ആ നൂറ്റാണ്ടിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അപ്പോൾ ആ ഒരു മാർഗമാണ് ശരിയായ റൂട്ടെന്ന് പറയുന്നത്. എത്ര കൃത്യമാണ് നോക്കുന്നത്. ഈ ഒരു പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുക. പാരമ്പര്യം തെറ്റിപ്പോകുന്ന ആളുകളെ കുറിച്ചാണ് അഹ്ലുൽ ബിദ്അ വൽ ളലാല എന്ന് പറയുക. ലോകത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഈ വഴിയിൽ തെറ്റിപ്പോയെ ലോകത്ത് ആദ്യമായി കടന്നു വന്ന പ്രസ്ഥാനം ഏതാ? ആരാ പറയാ? ഉച്ച സമയമല്ലേ, കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ടും ഉണ്ടായിക്കോട്ടെ. ആരാണ് ലോകത്ത് ആദ്യമായി കടന്നു വന്ന പ്രസ്ഥാനം? ആരായിരിക്കും? ആരാ പറഞ്ഞൂടെ? ആരോ പറഞ്ഞു? ഖവാരിജ്. അയ്വാ, ഖവാരിജ്. ഖാരിജ് എന്നതിൻ്റെ ബഹുവചനമാണ് ഖവാരിജ്. ഖാരിജ് നടത്തുന്ന എന്താ? ഖാരിജ്, പുറത്തു പോയവൻ. നമ്മൾ ഈ ഗൾഫിലൊക്കെ ചെന്നാൽ കാണാം, എക്സിറ്റിനടുത്ത് ഹുറൂജ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മഹ്റജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പുറത്തു പോയവനക്കാണ് ഖാരിജ് എന്ന് പറയാൻ. വിഘടിതൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഖവാരിജ് എന്ന് പറഞ്ഞാൽ വിഘടിതർ, പൊതുസമൂഹത്തിൽ നിന്ന്, നേരായ റൂട്ടിൽ നിന്ന് പുറത്തുപോയ ആളുകൾ. ഇത് സഹാബത്തിൻ്റെ കാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഈ ഖവാരിജാക്കളെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ ലക്ഷണങ്ങളൊക്കെ പിൽക്കാലത്തൊന്നും എല്ലാ വിദഅ കക്ഷികൾക്കുണ്ടാവും. ഒരു ലക്ഷണം ഞാൻ പറയാം. ഒന്ന്, തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫറാക്കുക. മുസ്ലിമീങ്ങളെ കാഫറാക്കുക. രണ്ടാമത്തത്, മുസ്ലിമീങ്ങളെ കാഫറാണെന്ന് ആരോപിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊന്നുകളയുക. 3, മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കുക. 4, മുസ്ലിമീങ്ങളെ നിസ്സാരമായി കാണുക, ആദരിക്കപ്പെടേണ്ടതിനെല്ലാം നിന്ദ്യമായി കാണുക. ഈ 4 സ്വഭാവങ്ങളാണ് ഖവാരിജിയാക്കൾക്കുണ്ടായത്. അതേ സ്വഭാവമൊക്കെ പിൽക്കാലത്തൊന്നും എല്ലാ വിദഅ കക്ഷികൾക്കുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ നല്ലതാണ്. ഖവാരിജിയാക്കളുടെ സ്വഭാവം 1, തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫറാക്കുക.
സഹീൽ ബുഖാരിയിലുണ്ട്, ഇംദലഖു ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ ഫഹമലുഹാ അലൽ മുസ്ലിമീൻ. ഖവാരിയാക്കളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർ കാഫിരീങ്ങളെ കുറിച്ചിറങ്ങിയ ആയത്ത് ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരാണ്. കാഫിരീങ്ങളെ കുറിച്ചിറങ്ങിയ ആയത്തായിരിക്കും, ആ ആയത്ത് മുസ്ലിമീങ്ങൾ ചുമത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, പിൽക്കാലത്തുന്ന വിദേയി കക്ഷികളൊക്കെ നോക്കിയാൽ ഇതേ സ്വഭാവങ്ങൾ അവരത്തൊക്കെ കാണാം. പിൽക്കാലത്ത് കടന്നു വന്ന പിന്നെയുള്ളൊരു കക്ഷിയാണ് മുഅ്തസിലിയാക്കൾ. എന്താ മുഅ്തസിലിയാക്കൾ? അതിൻ്റെ അർത്ഥം എന്താ? മുഅ്തസിലിയാക്കൾ എൻ്റെ അർത്ഥം എന്താ? അത് ഇതേ അർത്ഥം തന്നെ, വിഘടിതർ എന്നാണ്. ഖദ് ഇഅ്തസല അന്ന എന്ന് മഹാനായ ഹസൻ ബസ്രി പറഞ്ഞപ്പോൾ അതിന് ഉത്ഭവിച്ചുകൊണ്ടുണ്ടായതാണ് മുഅ്തസിലിയാക്കൾ, വിഘടിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ വന്ന് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. കറാമിയത്തുണ്ട്, മുർജിയത്തുണ്ട്, റാഫിളിയാക്കളുണ്ട്, ഷിയാക്കളുണ്ട്, ധാരാളം പ്രസ്ഥാനങ്ങൾ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ കേരളത്തിലും കുറേ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു. ആ ഒരു പ്രസ്ഥാനമാണേത്? നമ്മുടെ നാട്ടിൽ കടന്നു വന്ന ആദ്യത്തെ വിധേയ കക്ഷിയതാ? നമ്മുടെ നാട്ടിൽ കടന്നു വന്ന ആദ്യത്തെ വിധേയ കക്ഷിയതാ ഏതാ? പറോളൂ. വഹാബികൾ. മുജാഹിദ് എന്നുള്ള പേര് 1950 ശേഷം ഉണ്ടായത്. കേരളത്തിൽ 1920-കളിലാണ് വഹാബി പ്രസ്ഥാനം കടന്നു വരുന്നത്. 1920-കളിൽ മലബാർ ലഹളയുണ്ടായപ്പോൾ KM മൗലവിയെ പോലെയുള്ള ചില ആളുകൾ, അവർ സുന്നികളായിരുന്നു ഒരു കാലത്ത്, അവരൊക്കെ സുന്നിയായിരുന്നു. KM മൗലവി സുന്നിയായിരുന്നു, വക്കം മൗലവി സുന്നിയായിരുന്നു. KM മൗലവി ഇവിടെ മലബാർ ലഹള ഉണ്ടായപ്പോൾ മലബാർ ലഹളയിൽ പങ്കെടുക്കാൻ വിമുഖത കാണിച്ച് അദ്ദേഹം മലബാറിൽ നിന്ന് മുങ്ങുകയും കൊടുങ്ങല്ലൂർ പോയി ഒളിവിൽ താമസിക്കുകയും ചെയ്തു. KM മൗലവി. അന്നിവിടെ നമ്മുടെ അഭിമന്യരായ നേതാക്കന്മാർ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർക്കദ, പരിശുദ്ധമായ ദീനിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പോരാടുന്നതിൽ നേതൃത്വം വഹിക്കുന്ന ആളായിരുന്നു. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അന്ന് മണ്ണാർക്കാട്ടെ പള്ളിയിൽ മുദ്രിസായിരുന്നു. മണ്ണാർക്കാട്ടെ പള്ളിയിൽ മുദ്രിസായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാങ്ങൽ ഉസ്താദ് കേരളത്തിലുടനീളം നടന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിൽ സന്ധിയില്ല സമരം നടത്തിയത്. ആ കാലത്താണ് മലബാറിൽ നിന്ന് ഒട്ടേറെ ആളുകളെ പല നാടുകളിലേക്കും നാടുകടത്തിയത്. നിങ്ങൾ അന്തമാൽ പോയാൽ കാണാം, അന്തമാൽ വലിയൊരു ജയിലുണ്ട്. എന്നാൽ ഇന്നും പോയാൽ നമുക്കത് കാണാൻ കഴിയും. വലിയൊരു ജയിൽ കാണാൻ കഴിയും. ചെറിയ ചെറിയ അറകളാണ്. ഒരു 4 ആളുകൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന അറയിൽ 10-15 ആളുകളെ കുത്തിത്തിരിക്കയറ്റി ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ജയിലുകളാണ് അന്തമാനിൽ. അവിടെ അന്ന് മരണപ്പെട്ട ആളുകളെ പേരൊക്കെ അന്തമാല പുറത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ജയിലിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മണ്ണാർക്കാട്ടുകാരുണ്ട്, കുണ്ടോട്ടിക്കാരുണ്ട്, തിരൂർക്കാരുണ്ട്, മലപ്പുറത്തുകാരുണ്ട്, പല പ്രദേശത്തുള്ള ആളുകളുണ്ട്. അന്തമാൽ ചെന്ന ഒരു രസമാണ്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് നമുക്ക് കാണാം തിരൂർന്ന് ബോർഡ് കാണാം, ചില സ്ഥലത്ത് കാണാം മണ്ണാർക്കാട് ബോർഡ് കാണാം, വണ്ടൂർന്ന് ബോർഡ് കാണാം, മലപ്പുറം ബോർഡ് കാണാം, കുണ്ടോട്ടി. ബസ്സിൻ്റെ പേരൊക്കെ അങ്ങനെ ഇരിക്കും, കുണ്ടോട്ടി വണ്ടൂർ എന്നൊക്കെ പറഞ്ഞ ബോർഡ് കാണും ബസ്സിൽ. അപ്പം എന്താ, ഇവിടുന്ന് നാടുകടത്തിയ ആളുകൾ അവർ അന്തമാൽ കൊണ്ടുപോയി ഇറക്കിയപ്പോൾ മണ്ണാർക്കാട്ടുകാരൊക്കെ ഒരു ഭാഗത്ത് കൂടി താമസിച്ചു. ആ പ്രദേശത്തിന് അവരെന്ത് പേരിട്ടു? മണ്ണാർക്കാട് എന്ന് പേരിട്ടു. കുണ്ടോട്ടിക്കാർ കുണ്ടോട്ടി എന്ന് പേരിട്ടു, തിരൂർക്കാർ തിരൂരിന്ന് പേരിട്ടു, മലപ്പുറത്തുകാർ മലപ്പുറം എന്ന് പേരിട്ടു. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന അറിയോ, അത്രത്തോളം ഇവിടെ മുസ്ലിമീങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങൾക്കിൽ ഭിന്നിപ്പിൻ്റെ ശബ്ദവുമായിക്കൊണ്ട് വഹാബി പ്രസ്ഥാനം കേരളത്തിലേക്ക് കടന്നു വരുന്നത്. 1920-കൾക്ക് ശേഷം ആരാദ്യം നേതൃത്വം കൊടുത്തത്? KM മൗലവി, വക്കം മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി ഉൾപ്പെടെയുള്ള ആളുകളാണ് കേരളത്തിൽ വഹാബി പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. അവരാണ് ഈ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. അവർക്ക് ആരാണ് ഈ പ്രസ്ഥാനത്തിന് ഈ ആശയം കൊടുത്തത്? ആരാ? ഈജിപ്തിലെ റഷീദുരുടെ മജല്ലത്തുൽ മനാർ എന്ന് പറയുന്ന ഒരു മാഗസിൻ വായിച്ചുകൊണ്ടാണ് KM മൗലവി ഇതിൽ ആകൃഷ്ടനാകുന്നത്. മജല്ലത്തുൽ മനാർ. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരു മാഗസിൻ തുടങ്ങിയപ്പോൾ, ഒരു മാസിക തുടങ്ങിയപ്പോൾ അതിന് പേരിട്ടെന്താ? അൽമനാർ. നിങ്ങൾ കണ്ടില്ലേ? അൽമനാർ കണ്ടിട്ടില്ലേ? അൽമനാർ. ഈ റഷീദിയോടുള്ള ആ വിധേയത്വം പ്രകടിപ്പിക്കാനാണ് ആ പുസ്തകത്തിന് ആ പേരിട്ടത്. അൽമനാർ. ഈ ലക്കം, പുതിയ ലക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ അറിയില്ല, എനിക്കല്ല. വാട്സപ്പിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അൽമനാർ ജൂൺ ലക്കം അൽമനാറിൻ്റെ ഫ്രണ്ട് പേജിൽ യാ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിരുന്നു. യാ റസൂലുള്ളാഹ്. യാ റസൂലുള്ളാഹ് എന്ന് തെറ്റൊന്നുമില്ലല്ലോ, മുത്തുനബിനെ വിളിക്കല്ലേ. അത് കഴിഞ്ഞുടനെ ജൂലൈ ലക്കത്തിൽ ചോദ്യം, അങ്ങനെ യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പം അതിന് മറുപടി, തെറ്റുപറ്റിപ്പോയി പിൻവലിച്ചിരിക്കുന്നു. ആരനെ വിളിച്ചത്? ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവർ നിസ്കരിക്കാറില്ലാണോ? നിസ്കരിക്കേണ്ടി യാ റസൂലുള്ളാഹ് വിളിക്കണ്ടേ?
എവിടെ അത്തഹിയാത്തിൽ എന്താ വിളിക്കാറുള്ളത് നമ്മൾ? യാ യാ അയ്യുഹൻ നബിയു. വിളിക്കണ്ടേ? വിളിക്കണല്ലോ. യാ റസൂലുള്ളാഹ് എന്നുള്ള മാറി യാ അയ്യുഹൻ നബിയു എന്നുള്ളൂ വ്യത്യാസമുള്ളൂ. ഇവർക്കെന്താ നബിയോട് ഇത്ര എതിർപ്പ്? യാ റസൂലുള്ളാഹ് എന്ന് അവരുടെ അൽമനാറിന്റെ കവർ പേജിൽ എഴുതിയത് ഒരു വലിയ പാതകമായി കാണുന്നു. അത് പിൻവലിച്ചു എന്ന് പിറ്റത്തെ ലക്കത്തിൽ, ഈ കഴിഞ്ഞ ലക്ക ഞാൻ ഈ പറയുന്നത് ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് പിന്നീട് വരാം. അൽമനാർ തുടങ്ങുന്നത് റഷീദ് റിളയോടുള്ള വിധേയത്വം പരിഗണിച്ചുകൊണ്ടാണ്. മദ്രസത്തുൽ മനാർ എന്ന മദ്രസകൾക്ക് പേരിട്ടത് റഷീദ് റിളയോടുള്ള താല്പര്യം കൊണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ അങ്ങനെ പത്രമുണ്ടായിരുന്നു, വക്കമൊരു തുടങ്ങി വെച്ച പത്രമുണ്ട്. എന്താ അതിൻ്റെ പേരെന്താ? ആദ്യം തുടങ്ങിയ പേരെന്താ? ദീപിക. ദീപിക എന്ന് പേരിടാൻ കാരണം എന്താ? ദീപിക എന്ന് പേരിടാൻ കാരണം അൽമനാറിൻ്റെ മലയാള പേരെന്നായിക്കോട്ടെ നിലയ്ക്ക് അതിനും പേരിട്ടത് റഷീദ് റിളയോടുള്ള വിധേയത്വം പ്രകടിപ്പിച്ചിട്ടാണ്. അള്ളാഹു റസൂലിനോടുള്ള വിധേയത്തല്ല. ആരോട്? റഷീദ് റിള. ഈ റഷീദ് റിള ആരുടെ പിൻഗാമിയ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പിൻഗാമിയ. മുഹമ്മദ് അബ്ദുൽ വഹാബ് ആരാ? അദ്ദേഹമാണ് ഈ വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയ ആള്. അദ്ദേഹത്തെക്കുറിച്ച് സ്വന്തം വാപ്പ പറഞ്ഞെന്താ? എൻ്റെ മോൻ്റെ പോക്ക് ശരിയല്ല, എൻ്റെ മോൻ ളാല്ലുൻ വ മുളില്ലുൻ, സ്വയം പിഴച്ചവനാണ്, മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന ആളാണ്. കഴിഞ്ഞില്ല, ആ പ്രസ്ഥാനത്തിൻ്റെ കഥ കഴിഞ്ഞില്ലേ? കേരളത്തിലേക്ക് മുജാഹിദ് എത്തിയത് റഷീദ് റിളയിൽ നിന്ന്, റഷീദ് റിളക്ക് എത്തുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബിൽ നിന്ന്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് സ്വന്തം ഉപ്പ പറഞ്ഞത് എൻ്റെ മകൻ പിഴച്ചവനാണ്. വാപ്പ സാധാരണക്കാരനല്ല, ആ നാട്ടിലെ കാളിയായിരുന്നു, ആ നാട്ടിലെ മുഫ്തിയായിരുന്നു, ആ നാട്ടിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ഉപ്പ. ആ ഉപ്പ പറഞ്ഞു എൻ്റെ മോൻ്റെ പോക്ക് ശരിയല്ല, മോൻ ലാലാണ് വ മുളില്ലുമാണ്. എന്താ ലാൽ എന്ന് പറഞ്ഞാൽ? സ്വയം പിഴച്ചാൾ. മുളില്ല് പറഞ്ഞാലോ? മറ്റുള്ളവരെ പിഴപ്പിക്കുന്ന ആള്. സ്വന്തം ഉസ്താദ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു എൻ്റെ ശിഷ്യൻ്റെ പോക്ക് ശരിയല്ല, അവൻ പിഴച്ചവനാണ്. സ്വന്തം സഹോദരൻ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് എന്നവർ പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ പോക്ക് ശരിയല്ല, അവൻ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന ആളാണ്, മുസ്ലിമീങ്ങളെ കൊന്നടക്കുന്ന ആളാണ്, മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കുന്നവനാണ്, മുസ്ലിമീങ്ങൾ ആദരിക്കുന്നതിന് നിന്ദിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആരും നിന്ന് എൻ്റെ സഹോദരനെ പിൻപറ്റരുത്. വാപ്പ വീട്ടിൽ നാട്ടി ഓടിച്ചു. കണ്ടോ കണ്ടോ, ആ പരമ്പരയിൽ നിന്ന് തെറിച്ചുപോയി. അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് വഹാബിസം. അദ്ദേഹം ചെയ്ത പണിവിടെ എന്താ? ഒന്ന്, മുസ്ലിമീങ്ങളെ കാഫറാക്കി. മുസ്ലിമീങ്ങളെ കാഫറാക്കി. എത്രയാണ് മുസ്ലിമുകളെ കൊന്നടക്കിയത്? പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി ഒരു പുസ്തകമുണ്ട്, വലിയ തടിച്ചൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇദ്ദേഹത്തിന്റെ സേവനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം ചെയ്ത കാര്യം എന്താ? മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന ഒട്ടേറെ മക്ബറകൾ തച്ച് തകർത്തു. ഇപ്പൊ നമ്മൾ സൗദി പോയാൽ, ഉംറക്ക് പോയാൽ, ജന്നത്തുൽ മുഅല്ലയിലും ജന്നത്തുൽ ബഖീലും ചെന്ന് കഴിഞ്ഞാൽ വലിയ പൊന്തിച്ച കബർ കാണൂല. അപ്പൊ നമ്മൾ പറയും, കണ്ടോ ഇവിടെ നിന്ന് കബർ കെട്ടിപ്പൊന്തിച്ചിട്ടില്ല, ഇവിടെ നിന്ന് കബർ കെട്ടിപ്പൊന്തിച്ചിട്ടില്ല. അപ്പൊ അത് കേരളത്തിലെ മാത്രം പണിയാണ്. നിങ്ങൾ പോകുന്നൊരു കാര്യം ചെയ്യുക, മദീനത്ത് പോയി കഴിഞ്ഞാൽ മദീന പള്ളിയുടെ മുകളിൽ വലിയൊരു ലൈബ്രറി ഉണ്ട്, വിശാലമായൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ താരീഖ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, ചരിത്രങ്ങൾ ഗ്രന്ഥങ്ങൾ മാത്രം പറയുന്നൊരു ഏരിയ. ആ ഏരിയയിൽ താരിഖ് മക്ക വൽ മദീന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ പഴയകാല മദീനയിലെയും മക്കയിലെയും ഫോട്ടോസ് ഉള്ളുന്ന വലിയൊരു ആൽബമുണ്ട്, വലിയതാണ്. നിങ്ങൾ അതൊന്ന് മറിച്ച് നോക്കുക, അതിൽ കാണാം പഴയ കാലത്തെ ജന്നത്തുൽ മുഅല്ലയും ജന്നത്തുൽ ബഖിയും. അവിടെ ഫുൾ കബറുകൾ കെട്ടിപ്പൊന്തിച്ചതായിരുന്നു. കബറുകളുടെ മുകളിൽ കുബ്ബയുണ്ടായിരുന്നു, വലിയ കുബ്ബകളുണ്ടായിരുന്നു. ആരാ കുബ്ബ തകർത്തത്? ആരാ കുബ്ബ തകർത്തത്? സാക്ഷാൽ മുഹമ്മദ് അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന് സൗദിയിൽ അധികാരം, ആ സൗദിയുമായി ഗവൺമെന്റുമായി കൊണ്ട് അധികാരം പങ്കിട്ട സമയത്താണ് ആ പരിശുദ്ധമായ ജന്നത്തുൽ മുഅല്ലയിലെയും ജന്നത്തുൽ ബഖയിലെയും ഒട്ടേറെ ഖബറുകളുടെ മുകളിലുണ്ടായിരുന്ന കുബ്ബകളൊക്കെ തച്ച് തകർത്തത്. എത്രയോ മുസ്ലിമീങ്ങളെ കൊന്നുടക്കി, എത്രയോ പാപങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന ആ പരിശുദ്ധമായ മക്കത്തേക്കും മദീനത്തേക്കും ആളുകൾ നേർച്ചയാക്കിയ സ്വർണങ്ങൾ കൊള്ളയടിച്ചു. ഇതൊക്കെ എവിടെ പറയുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ മഹത്വമായിക്കൊണ്ട് പ്രൊഫസർ പി മുഹമ്മദ് കുട്ടശ്ശേരി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ചെയ്ത സേവനങ്ങളാണ് ഇതൊക്കെ. കണ്ടോ, ഖവാരിജാക്കളെ തന്നിപ്പകർപ്പ്. ഇനിയോ മഹാന്മാരൊക്കെ നിസ്സാരമായി കണ്ടു. എത്രത്തോളം എന്നറിയോ? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഒരു അനുയായി പറഞ്ഞ വാക്കെന്താ അറിയോ? ഒരു വടി ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ന അസായാഹാദ ഇന്ന അസായാഹാദ അൻഫഉ മിൻ മുഹമ്മദ് ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ഒരു വടി ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു,
ഈ വടിയാണ് മുഹമ്മദിനേക്കാൾ നമുക്ക് ഉപകാരമുള്ളത്. മുഹമ്മദിനെ കൊണ്ട് എന്ത് കാര്യം? ഫൈന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് മരിച്ചില്ലേ. എന്താ പറഞ്ഞ വാക്ക്? എത്ര കടുപ്പുള്ള വാക്കാണത്. എന്താ പറഞ്ഞ വാക്ക്? എൻ്റെ ഈ വടിയാണ് മുഹമ്മദിനേക്കാൾ എനിക്ക് നല്ലത്. കാരണം മുഹമ്മദ് മരണപ്പെട്ടു, വടിയോണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് നടക്കുകയും ചെയ്യാമല്ലോ. മുഹമ്മദിനെ കൊണ്ടൊരു കാര്യമില്ല. മആദല്ലാ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി മൗലായ സല്ലി വസാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ കാണണം, കണ്ടാണ്ടാവും. കണ്ടാൽ മുഹമ്മദ് നബി നമ്മുടെ കൂടെ ഉണ്ടാകും സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിനെ ശത്രുക്കൾ വീട്ടു തടങ്കലിലാക്കി. അതൊക്കെ മുമ്പ് കാലത്തേ ഉണ്ട്. ഇമാമിങ്ങളെ പിടിച്ച് ജയിലിലിടുക. ഉസ്മാൻ റളിയല്ലാഹു ആരാ? ഉസ്മാൻ റളിയല്ലാഹു ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 3ാമത്തെ ഖലീഫയാണ്. ആ ഉസ്മാൻ റളിയല്ലാഹുവിനെ വീട്ടു തടങ്കലിലാക്കി. വെള്ളം കൊടുത്തില്ല. നോമ്പുണ്ടൊരു ദിവസം, നോമ്പ് തുറക്കാൻ സമയമായി വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തില്ല. കണ്ടോ, പൂർവ്വകാലത്തന്നെ ബഹിഷ്കരണമുണ്ട്, പൂർവ്വകാലത്തന്നെ പീഡനമുണ്ട്, പൂർവ്വകാലത്തന്നെ ജയിലിടലുണ്ട്, പൂർവ്വകാലം മുതൽക്കേ ഭീഷണിയുടെ സ്വരങ്ങളുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു ജയിലിൽ കിടക്കുക. പ്രിയപ്പെട്ട ഭാര്യ നായില വെള്ളത്തിന് പോയി. എവിടെ പോയാലും വെള്ളം കിട്ടില്ല, ശത്രുക്കൾ തടഞ്ഞു വെക്കും. ദൂരെ പോയി, എത്രയോ ദൂരെ പോയി ഒരല്പം വെള്ളം, ശുദ്ധമായ വെള്ളം കിട്ടി. ആ വെള്ളവുമായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോഴേക്ക് സമയം ഏറെ വൈകിയിരുന്നു. ഇശാഇൻ്റെ സമയം വരെ കഴിഞ്ഞു എന്നാണ് താരീഖ് നീതാക്കൾ പറയുന്നത്. വെള്ളം കൊണ്ടുപോയി ഉസ്മാൻ റളിയല്ലാഹു കൊടുത്തപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, വേണ്ട മോളെ, വേണ്ട, ഞാൻ വെള്ളം കുടിച്ചു, ഞാൻ നോമ്പ് തുറന്നു, ഞാൻ നാളെ കൂടി നോമ്പ് നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ആര് നിങ്ങൾക്ക് വെള്ളം തന്നു? ഇവിടെ വെള്ളം തരാൻ ആരുമില്ലല്ലോ, എല്ലാവരും നിങ്ങളെ ശത്രുക്കളല്ലേ. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ നായില, ഇന്നലെ മഗ്രിബിൻ്റെ സമയം, നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ, ആരും എനിക്ക് വെള്ളം തരാനില്ലാത്ത സമയത്ത് സൗത്തം മിന സഖഫി, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. മോളെ, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ വൈദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. വമാഹു ദൽബും മിനൽ മാ, മുത്തുനബിയോട് കൂടെ വെള്ളപ്പാത്രവുമുണ്ട്. ഇതാരാ പറയുന്നത്? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് ISMന്റെ മുഖപത്രമായ ഷബാബിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തെറ്റാവൂലല്ലോ. ISM അല്ലേ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയാണ് ISM. അവരുടെ മുഖപത്രമാണ് ഷബാബ്. അത് കബല തലാഖാണ്, അല്ലെങ്കിൽ കബല ഫിറാഖാണ്. അവർ രണ്ടായി പിളരുന്നതിന് മുമ്പുള്ള ഷബാബാണ്. ഇപ്പം ഷബാബ് പറഞ്ഞ KNM ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയും. അത് ISM വേറെയാണ്, ESM വേറെയാണെന്ന് പറയും. ഇതല്ല, രണ്ട് കൂട്ടരും ഒരുമിച്ച് നിൽക്കുന്ന കാലത്തുള്ള ഷബാബ്, ആ ഷബാബിൽ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, മുത്തുനബി തങ്ങൾ ഒരു പാത്രം വെള്ളവുമായി കൊണ്ടുവരികയാണ്. എൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞു, ഇഷ്റബ് യാ ഉസ്മാൻ, ഉസ്മാനെ കുടിക്കു ഉസ്മാനെ. ഫശരിബ്തു, ഞാൻ കുടിച്ചു. വീണ്ടും എൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചെന്നു, ഇഷ്റബ് യാ ഉസ്മാൻ, ഞാൻ കുടിച്ചു. വീണ്ടും കുടിച്ചു, വീണ്ടും ഒഴിച്ചെന്നു, എൻ്റെ ദാഹം മാറി. എന്നിട്ട് എന്നോട്, മോളെ നായില, അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, നാളെ ഉസ്മാനെ ശത്രുക്കളുമായി ഏറ്റുമുട്ടി നിനക്ക് വീണ്ടും ഇവിടെ ഖിലാഫത്തുമായി കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ രാജ്യം ഭരിക്കാം, അല്ലെങ്കിൽ നാളെ അവരുടെമായി ഏറ്റുമുട്ടി ഷഹീദായി നാളെ നോമ്പുകാരനായിക്കൊണ്ട് ബർസഹിയ ലോകത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാം. ഏതാണ് വേണ്ടത്? നായില, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹബീബിൻ്റെ കൂടെ നാളെ നോമ്പ് തുറക്കണം, ഇനി എനിക്ക് ജീവിക്കണ്ട. താരിഖ് തുബരിയിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഒട്ടേറെ താരിഖിൻ്റെ കിതാബുകളിൽ അൽ ബിദായത്ത് വൻ നിഹായ ഹാഫിദ് ഇബ്നു കസീർ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് രാത്രി മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്നു. പിറ്റേ ദിവസം നോമ്പ് നോറ്റുകൊണ്ടാണ് ജീവിക്കുന്നത്. നോമ്പുകാരനായിക്കൊണ്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്നു, ഷഹീദാകുന്നു,
നോമ്പുകാരനായിട്ട് മരിക്കുന്നു. അന്നത്തെ നോമ്പ് തുറ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അള്ളാഹു റസൂൽ കൂടെ ഉണ്ടാകും, മുത്തുനബി നമ്മൾ കൂടെ ഉണ്ടാകും. വഹാബികൾ പറയുന്നത് മുത്തുനബിയെ കൊണ്ടൊരു കാര്യമില്ല, യാ റസൂലുള്ളാഹ് എന്ന് വിളിക്കാൻ പോലും പാടില്ല. ഇത് വഹാബികൾ മാത്രമല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദബൂബന്തി പണ്ഡിതന്മാർ നവോത്ഥാന ശില്പികൾ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് അറിയോ? തബ്ലീഗ് ജമാഅത്ത് അറിയില്ലേ? ചില ആൾക്കാർ പറയും അത് കുഴപ്പമില്ല എന്ന് പറയും. കാരണം നല്ല വേഷമായിരിക്കും, നല്ല കെട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല തൊപ്പി ഉണ്ടാവും, ചില വലിയ തലയെക്കെട്ട് കെട്ടി വാലൊക്കെ താഴത്ത് കെത്തിയിട്ടുണ്ടാവും. ദൂരത്തുനിന്ന് കാണുമ്പോൾ സലാമൊക്കെ പറയും, ചായ വേണോ വെച്ചാൽ ചായ വേണ്ട, ഞങ്ങളെല്ലാം ഗ്യാസും കുറ്റിയൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനത്തെ ഒരു ടീമാണ് തബ്ലീഗ് ജമാഅത്ത്. നല്ല സമീപനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ കടുത്ത വഹാബികളാണ്. അവരുടെ പുസ്തകത്തിൽ എഴുതിയെന്താ അറിയോ? യാ റസൂലല്ലാഹ് എന്നൊരാൾ വിളിക്കുമ്പോൾ മുത്തുനബി കേൾക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ കാഫറാണ്. എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ് എന്നൊരാൾ വിളിക്കുമ്പോൾ മുത്തുനബി കേൾക്കുമെന്ന വിശ്വാസത്തോടെ വിളിച്ചാൽ അവൻ കാഫറാണ്. ഒന്നുകൂടി അവർ എഴുതി, നിസ്കാരത്തിൽ നബിത്തങ്ങളെ ഓർക്കുന്നത് വീട്ടിലെ കഴുതകളെ കാളകളെ ഓർക്കുന്നതിനേക്കാൾ മോശമാണ്. നിങ്ങളേക്ക് തബ്ലീഗ് ജമാഅത്ത് നല്ല സാധനമാണെന്ന് എന്താ എഴുതി വെച്ചത്? നിസ്കാരത്തിൽ വീട്ടിലെ കാളകളെ കഴുതകളെ ഓർക്കുന്നതിനേക്കാൾ ഗൗരവമാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർക്കൽ. മഅദല്ലാഹ്, എത്ര ഗൗരവമുള്ള വാക്കാണ് അതൊക്കെ. നിസ്കാരത്തിൽ ആകെ ഒരാളോട് മാത്രമേ അഭിമുഖം പാടുകയുള്ളൂ, ഒരേ ഒരാളോട് മാത്രം. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ തുമ്മിക്കഴിഞ്ഞാൽ സാധാരണ തുമ്മി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹ് പറയണം. അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറയൂ. ഇർഹംകുല്ല പറയണം. ഇർഹംകുല്ല എന്ന് പറയാം. അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയേണ്ടത്. എന്നാൽ നിസ്കാരത്തിൽ ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. പക്ഷെ പറഞ്ഞവരോട് നമ്മൾ എങ്ങനെ പറയാം? ഇർഹംകുല്ല എന്ന് പറയാൻ പാടില്ല. നിനക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയേണ്ടത്? ഇർഹംഹുല്ലാ, അവനിക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ. നീ എന്നുള്ള പ്രയോഗം നിസ്കാരത്തിൽ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. എന്നാൽ നിസ്കാരത്തിൽ ഒരാളോട് പറ്റും. ആരോടാ? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഹ്ലിർ ഫീ ഖൽബിക ശഖ്സഹുൽ കരീം. നീ നിസ്കാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ ആ പരിശുദ്ധമായ റസൂലുള്ളാഹി തങ്ങളുടെ വ്യക്തിത്വത്തെ, ആ ശഖ്സിയത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന ഗസാലി ഇമാം പറഞ്ഞത്. തബ്ലീഗ് ജമാഅത്ത് പറഞ്ഞതോ നബി ഓർക്കാൻ പാടില്ല. ചെറിയ സാധനങ്ങളല്ല ഈ തബ്ലീഗ് ജമാഅത്ത്. ഈ ജമാഅത്ത് ഇസ്ലാമി മോശമാണോ? ഒട്ടും കുറവല്ല. ജമാഅത്ത് ഇസ്ലാമി എഴുതി വെച്ചെന്നറിയോ? അവരെ പ്രബോധനത്തിൽ എഴുതി വെച്ചത് അള്ളാഹു റസൂലിനെ മറവ് ചെയ്യാൻ കാരണം, റസൂലുള്ളാഹി തങ്ങളെ മറവ് ചെയ്യാൻ കാരണം, പുറത്തു വെച്ചാൽ അത് ജീർണിക്കുമായിരുന്നു. ജീർണിച്ചു കഴിഞ്ഞാൽ ദുർഗന്ധം അടിച്ചു വീശുമായിരുന്നു. ദുർഗന്ധം അടിച്ചു കഴിഞ്ഞാൽ പരിസരത്തുള്ള ആളുകൾക്ക് അത് വഹിക്കാൻ കഴിയില്ലായിരുന്നു. ആ ദുർഗന്ധം അടിക്കാതിരിക്കാനാണ് മുത്തുനബിയെ മറവ് ചെയ്തത്. മഅദല്ലാഹ് പ്രബോധനം. എൻ്റെ കയ്യിലെ പ്രബോധനം ഉണ്ട്. ഇത് ഞാൻ ആരെങ്കിലും പറഞ്ഞു കേട്ട് പറയല്ല, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എത്ര ഗൗരവമാണ് ജമാഅത്ത് ഇസ്ലാമി. നിസ്സാരമായി കാണേണ്ട സാധനങ്ങളല്ല. നമ്മുടെ ആയിരിക്കും അതിപ്പോൾ എന്താ SKSF എന്ന് പറയും പോലെ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ്, KNM, ISM, SIO അങ്ങനെ തോന്നിപ്പം. അല്ല, വളരെ ഗൗരവത്തോടെ കാണണം. നിസ്സാരമായി കാണേണ്ടതല്ല ബിദ്അത്ത് എന്ന് പറയുന്നത്. ചെറുതായി കാണേണ്ടതല്ല ബിദ്അത്ത് എന്ന് പറയുന്നത്. മുത്തുനബി ഒരാൾ വിളിക്കുമ്പോഴേക്ക് കാഫറാകുമോ? അങ്ങനെ സഹാബാക്കൾ കാഫറാകണ്ടേ? മദീനത്ത് മഴയില്ല, വെള്ളമില്ല. ആ സമയത്തല്ലേ സയ്യിദുന ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്ജി റളിയല്ലാഹു അൻഹു സഹാബി ഓടി വന്നത്. നബിയെ വിളിച്ചില്ലേ, യാ റസൂലുള്ളാഹ് ഇസ്തസ്ഖി ഉമ്മത്തിക യാ റസൂലുള്ളാഹ്, നബിയെ മഴയില്ല, വെള്ളമില്ല, അങ്ങ് മഴയ്ക്ക് വേണ്ടി തേടണം. ആരോടാ പറയുന്നത്? ഖബറിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ സഹാബി കാഫറ എന്ന് പറയേണ്ടി വരില്ലേ? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ജനാസ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയിട്ട് ജനാസകളെ പുറത്തു വെച്ചു പുറത്തു വെച്ചിട്ട് വിളിച്ചു പറഞ്ഞ വാക്കെന്താ? നബിയെ ഹാദാ അബൂബക്കറിൻ ഫിൽ ബാബി യാ റസൂലല്ലാഹ്,
ഖബർ കിടക്കുന്ന നബിയെ വിളിക്കുക, നബിയെ സിദ്ദീഖ് തങ്ങളെ ജനാസത കൊണ്ടുവന്നിരിക്കുന്നു, ഉള്ളിലേക്ക് കയറ്റട്ടെയോ നബിയെ. ആരോടാ ചോദിക്കുന്നത്? ഖബറിൽ കിടക്കുന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ ഖബറിനുള്ളത് മറുപടി? ഖബറിനുള്ളത് മറുപടി എന്താ? കൊണ്ടുവരൂ ദുഖുൽ ഹബീബ് ഇലൽ ഹബീബ്, കൊണ്ടുവരൂ കൊണ്ടുവരൂ. ആ സഹാബികൾക്ക് കാഫറായോ? മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും എണീറ്റ് ഒരു സ്വലാത്തിലല്ലേ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? പ്രയാസമുണ്ടോ? ഉച്ച സമയത്തല്ല അള്ളാഹു നമുക്ക് വലിയ നിയമത്തൊക്കെ ചെയ്തില്ലേ? ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു സുഖസുന്ദരമായിട്ട് തങ്ങളെന്ന് എണീക്കണ്ട. രണ്ടുപേരും വെയ്ത്തല്ലേ? ഇല്ലല്ലേ? ഇൻഷാ അല്ലാഹ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ على حبيبك خير محمد أشرف الأعراب والعجم محمد سيد الكونين والثقلين يا ربي بالمصطفى അള്ളാഹു നമ്മുടെ ഈ സലാത്ത് സ്വീകരിക്കുമാറാവട്ടെ, പരിശുദ്ധ മദീനയിലേക്ക് എത്തിക്കുമാറാവട്ടെ. മനസ്സറിഞ്ഞാമ്യം പറയും, ഒരു പക്ഷേ നമ്മൾ ഇന്നത്തെ ഒരു ദുആ ആയിരിക്കാം, നമ്മൾ മദീനത്തേക്ക് പോകാനുള്ള കാരണമായിരിക്കാം. അള്ളാഹുവെ ഞങ്ങളെ മദീനത്തേക്ക് എത്തിക്കണേ അല്ലാ. ഈ പുണ്യ സദസ്സിൽ വന്നിരുന്ന ഒരാളെയും മദീന കാണാതെ മരിപ്പിക്കല്ല അല്ലാ. നിന്റെ ഹബീബിൻ്റെ ചാരത്ത് പോയിരുന്ന് നേരിട്ടെന്ന് സലാത്ത് ചെല്ലാൻ, സലാം ചെല്ലാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിനും ഒരിക്കലെങ്കിലും അവിടുത്തെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ കണ്ണുകളൊക്കെ ഹറാമ് ചെയ്ത കണ്ണുകളാണ് റബ്ബേ, ഒരുപാട് തെറ്റുകൾ ചെയ്ത കണ്ണുകളാണ് റബ്ബേ. എങ്കിലും അല്ലാഹുവേ, ആ മുത്തുനബിയെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നു. ഒരിക്കലെങ്കിലും ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഒരിക്കലെങ്കിലും ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആ ഒരു സ്നേഹം നമ്മൾ കാണിക്കാം. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി. ഇമാം സുയൂത്തി റഹ്മഹുല്ലാഹ് തൻ്റെ അൽ ഹാവിയലിൽ ഫത്താവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അഹ്മദ് കബീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖബറിൽ പോയി. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ബഗ്ദാദിൽ നിന്ന് എപ്പോഴും സലാത്ത് സലാം ചെല്ലാറുണ്ട്. ഇപ്പോഴിതാ പാവം മുഹമ്മദുൽ കബീർ അങ്ങയുടെ ഖബറിന്റെ അരികിൽ വന്നിരിക്കുന്നു. ഫിഹാലത്തിൽ ബഅദിറു കുൻതു ഉർസിലുഹാ തുകബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി. നബിയേ, ഇപ്പോഴിതാ പാവം മുഹമ്മദുൽ കബീർ അങ്ങയുടെ ഖബറിന്റെ അരികിൽ എത്തിയിരിക്കുന്നു. ഫംദുദി യദൈക യാ റസൂലുള്ളാഹ്, കൈയൊന്ന് പുറത്തേക്ക് ഇട്ട് തരണം. ആരോടാ പറയുന്നത്? ആരോടാ പറയുന്നത്? ഞാൻ ചില സമ്മേളനത്തിൽ സമയം നിശ്ചയിച്ചാൽ ബെല്ലടിക്കലുണ്ട്, അതിൽ പെട്ട വിചാരിച്ചു. ആരാടിച്ച നമ്മൾ സമയമായി പറഞ്ഞിട്ടില്ലേ? അല്ലേ? ഉറങ്ങുന്നവർക്കുള്ള ബെല്ലറ്റാണോ? അതും അല്ലല്ലേ, എല്ലാവരും ഇപ്പോൾ ഉറങ്ങുമല്ലോ, കുറച്ച് മുമ്പ് അടിക്കണ്ടായിരുന്നു. അഹ്മദ് അൽ കബീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയാൻ, നബിയേ ഫംദുദിയക യാ റസൂലല്ലാഹ്, കയ്യൊന്ന് പുറത്തേക്ക് തരുമോ നബിയേ. ഇത് എത്ര കാലം കഴിഞ്ഞിട്ടാ? അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി 400 വർഷത്തിൻ്റെ ശേഷമാണ് അഹ്മദ് അൽ കബീർ തങ്ങൾ റസൂലുള്ളാഹിന്റെ ഖബറിനെ ചെല്ലുന്നു. നബിയോട് പറയുന്നു, നബിയെ, 100 അപ്പുറം, നബിയെ കയ്യ് പുറത്തേക്ക് തരണം. ഇത് യൂസുഫ് ബിൻ ഇസ്മായിൽ നബ്ഹാനി മക്കയിലെ മുഫ്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജാമിഉ കറാമത്തുൽ ഔലിയയിലും ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഹാഫിള് സുയൂത്തി റഹ്മഹുല്ലാഹ് അൽ ഹാവിയലിൽ ഫത്താവിൽ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. നബിയോട് പറയും, നബിയെ കയ്യ് പുറത്തേക്ക് തരണം, എന്നാലേ ഞാനിവിടെ തിരിച്ചു പോകുള്ളൂ. പറയേണ്ട താമസം കയ്യ് പുറത്തേക്ക് വന്നു. ഇതൊന്നും കെട്ടുകഥയല്ലല്ലോ, ഐതിഹ്യമല്ലല്ലോ, ഇന്നത്തെ ഭാഷ പറഞ്ഞ ഫൈക്കല്ലല്ലോ. മുത്തിനുടെ കയ്യൻ്റെ പുറത്തേക്ക് വന്നു. അഹ്മദ് അൽ കബീർ റളിയല്ലാഹു അൻഹു ആ കൈ ഇങ്ങനെ തുരുതുരാ ചുംബിച്ചു. സുമ്മ ഗാബത് യദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഇരു കരങ്ങളും ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോയി. എന്താണ് ഇതൊക്കെ സംഭവം? ആ നബിയാണ് ഇവർ പറയണത്, ഈ വടിനേക്കാൾ മോശമാണ്, കുറച്ചുകൂടി നല്ല ഈ വടിയാണ്, ഈ വഹാബിൻ്റെ പിന്നാലെ കൂടാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കുക. എത്ര വേദനയുണ്ടതൊക്കെ, എത്ര പ്രയാസമുള്ള കാര്യമാണ് ഇതൊക്കെ. കേരളം കണ്ട വലിയ പണ്ഡിതനല്ലേ ഉമറുൽ ഖാദി?
ഇപ്പോൾ ഈ അടുത്ത് മുജാഹിദ് പുറത്തിറക്കിയ പുസ്തകമുണ്ട്, എൻ്റെ കയ്യിൽ വണ്ടിയിലുണ്ടത്. ഇത്ര തടിച്ച പുസ്തകം, ഇന്ന് ട്രെയിൻ യാത്ര വായിച്ച് കച്ചെടുത്താ. ഇത്ര തടിച്ചൊരു പുസ്തകമാണ്. TP അബ്ദുൽ കോയ മദനിയാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ. അല്ല, അത് വായിച്ചു നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന ഉമർ ഖാദിയുടെ പ്രത്യേകതകളൊക്കെ. ആരുടെ പ്രത്യേകത? ഉമർ ഖാദിയുടെ മഹത്വം. ഉമർ ഖാദി ജയിലിൽ കടന്നു, അവിടുന്ന് ഒരു അത്ഭുതമുണ്ടായി. എന്താ അത്ഭുതം? ഉമർ ഖാദി ഇവർ ജയിലിൽ നിന്ന് കാണാനല്ല, അത് ഗോവിന്ദ ജാമി ആടിക്ക് ചാടിയതല്ല. ഉമർ ഖാദി അങ്ങനെ ചാടിയല്ല. പിന്നെ എങ്ങനെ? ഉമർ ഖാദിക്ക് അല്ലാത്തൊരു വഴി കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഏതൊരു അത്ഭുതമായിട്ട് എഴുതിയിട്ട് പിന്നെ അവർ എഴുതാണ്, ചിലപ്പോൾ വിശ്വസ്തരായി പോലീസുകാർ തുറന്നു കൊടുത്താവിന് സാധ്യത ഉണ്ട്. കാരണം ഇവർക്കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉമർ ഖാദി ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാലും ഉമർ ഖാദിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉമർ ഖാദിയുടെ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, രസകരമാണ്. വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിപ്പോയി. കാരണം KNM ഇറക്കിയ പുസ്തകത്തിൽ ഉമർ ഖാദിയുടെ മൗലൂദുകൾ. ഉമർ ഖാദി ഭയങ്കര രസികനായിരുന്നു, ഭയങ്കര കവിയാണ്. ഒരിക്കൽ ഉമർ ഖാദിക്ക് ഒരു ഉമ്മ ഒതുണ്ടാക്കാൻ വെള്ളം കൊടുന്നു കൊടുത്തു. കിണ്ടി അറിയില്ലേ? പഴയ കാലത്ത് ഇങ്ങനെ വാലുള്ളൊരു സാധനം. ഇപ്പൊക്കെ വലിയ പ്രശ്നമാണ്. ഒരു കുട്ടികളോട് ഈ അരി ഉണ്ടാകുന്ന സാധനം എന്താ വെച്ചപ്പോൾ നെല്ലെന്താ വെച്ചു, അതൊരു പുല്ലാണ് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇപ്പം എന്താ മനസ്സിലാണ്ട് കുട്ടികൾക്ക്? കുട്ടികൾക്ക് അതൊന്നും അറിയില്ല, നെല്ല് പുല്ലൊന്നും അറിയില്ല. അവ കിണ്ടി മണ്ണിൻ്റെ കിണ്ടിയായിരുന്നു. ഉമർ ഖാദി ഒതുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കിണ്ടി വീണ് പൊട്ടി. അപ്പോൾ ഉമ്മരും നോട്ടം ഉമർ ഖാദിയെ. ഉമർ ഖാദിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പണ്ട് പാടി, അല്ലാഹുമ്മഗ്ഫിർലി മാലിക്കി മൺകിണ്ടി അയ്തിലഹാഫിൽ ജന്നതി പൊൻകിണ്ടി. പടച്ചോനെ, ഈ മൺകിണ്ടിയുടെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണം. അതാരാ? ഈ ഉമ്മാക്ക്. വഅയ്തിലഹാഫിൽ ജന്നതി പൊൻകിണ്ടി, ഉമ്മാക്ക് പകരം സ്വർഗത്തൊരു പൊൻകിണ്ടി കൊടുക്കണേ പടച്ചോനെ. ഒറ്റ ഉമ്മാക്ക് സന്തോഷമായി. അങ്ങനെ നിമിഷങ്ങളെ കൊണ്ട് കവിത ഉണ്ടാക്കും. ഉമർ ഖാദിയുടെ കവിത തന്നെ. വലു അൽഫിട്ടു നായന്റെ വാലിനെ ബിയോടക്കുയല്ല തസ്തഖീമു ആബദാ. നായന്റെ വാൽ നമ്മൾ പറയില്ലേ, എത്ര നേരാക്കിയാലും നേരാകൂല. നായന്റെ വാല് പോലെയാണ്. ഓടക്കോയിലിട്ടാൽ ഓടക്കോയിൽ വലിച്ചാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാവും. അത് കവിതയാക്കി പാടി. രസികനാണ്. ഇതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഞാൻ ഇന്ന് വായിച്ചാണ് ഈ പുസ്തകത്തിൽ. അങ്ങനെ കൊടുന്നിട്ട് അതിൽ പറയുന്നുണ്ട്, ഉമർ ഖാദിയുടെ കവിതകളിൽ പ്രധാനമാണ് സല്ലൽ ഇലാഹു ബൈത്ത്. ഏത് ബൈത്ത്? ഏതായി സല്ലല്ലാഹു ബൈത്ത്? ഏതായി സല്ലല്ലാഹു ബൈത്ത്? അത് എവിടുന്ന് പാടിയതാ? അത് കേരളത്തിൽ നിന്ന് പാടിയതല്ല. ഉമർ ഖാദി പരിശുദ്ധമായ മദീനയിൽ പോയി, മുത്തുനബിയുടെ പരിശുദ്ധമായ റൗളന്റെ സമീപം പോയിട്ട് അവിടത്തേക്ക് ഉള്ളിൽ കയറാൻ വല്ലാത്ത ആഗ്രഹമായി. അതിനങ്ങ് ലയിച്ചു പോയി. പിന്നെ വേറെ ചിന്തയൊന്നുമില്ല, അതിനങ്ങ് ലയിച്ചു പോയി. നമുക്കുള്ള പ്രശ്നം അതാണ്, നമ്മൾ ലയിക്കണില്ല. എന്നിട്ട് നമ്മൾ പറയും, എന്താ വിളിക്കുത്തരം കിട്ടാത്തത്, എന്താ നമ്മളെ സഹായിക്കാത്തത്? നമ്മളെ ഇബാദത്തൊക്കെ അങ്ങനെ ആയിപ്പോയില്ലേ? അതാ പ്രശ്നം. നമ്മളാണ് പ്രശ്നം. പണ്ട് ലൈല മജ്നൂൻ ഇങ്ങനെ ഓടുകയാണത്രേ. ലൈല മജ്നൂൻ ലൈലയിൽ ഇങ്ങനെ ലയിച്ചു പോയൊരു ചങ്ങായി ഉണ്ടായിരുന്നു. അവന് പേരന് ലൈല മജ്നൂനായിപ്പോയി. അവന് കാണൊക്കെ ലൈലായിരുന്നു. വല്ല മാൻപേടകളെ കണ്ട പാടുത്തരയം ലൈലായമിൻ കുന്നം ലൈലായമിനൽ ബഷരി. ലൈല നിങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണോ? മാൻപേടകളെ എൻ്റെ ലൈല ഈ കൂട്ടത്തിലുണ്ടോ? കാണുന്നതൊക്കെ ലൈലായിരുന്നു. അങ്ങനെ ഇവന് ഓടുമ്പോൾ ഒരാളിങ്ങനെ നിസ്കരിക്കുന്നതിന് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഇവൻ നിസ്കരിക്കുന്ന ആളെ കണ്ടിട്ടില്ല. അങ്ങനെ മറ്റാൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചു, ഇവനെ പിടിച്ചു, കണ്ട് അടിക്കാൻ പുറപ്പെട്ടോ. എന്ത് പൊന്നേടാ നീ കാട്ടി? എന്താ കാട്ടി? ഞാൻ നിസ്കരിക്കണോട് കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. നിസ്കരിക്കണ മുന്നിൽ കൂടി ഓടിയൊന്നും പോരാ, എന്നിട്ട് കളവ് പറയാ കണ്ടിട്ടില്ലാന്ന്. അപ്പം പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. അവിടെ കളവ് പറയണത്, നീ 2-3 പ്രാവശ്യം എൻ്റെ മുന്നിൽ കൂടി ഓടിയില്ലേ? ഇല്ല, ഞാൻ ഓടിയിട്ടില്ല, ഞാൻ നിങ്ങളെ മുന്നിൽ കൂടി ഓടിയിട്ടില്ല. അപ്പം എന്നിട്ട് ഇയാൾ അടിക്കാൻ പുറപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ നിസ്കരിച്ചു ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ അള്ളാനെ കിട്ടാൻ വേണ്ടി നിസ്കരിച്ചതാണ്. അപ്പോൾ മജ്നൂൻ പറഞ്ഞില്ല. എല്ലാ മജ്നൂനും ഇല്ല, നിങ്ങൾ അള്ളാനെ വിചാരിച്ച് നിസ്കരിച്ചിരിക്കണമെങ്കിൽ ഞാൻ ഓടുന്നത് കാണൂല. ഞാൻ ലൈലാൻ ആഗ്രഹിച്ച് ഓടിയപ്പോൾ നിങ്ങളെ കണ്ടില്ല. എന്ത്? ഞാൻ ലൈലാൻ ആഗ്രഹിച്ച് പോയപ്പോൾ നിങ്ങളെ കണ്ടില്ല. സത്യമാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ പോണവരൊക്കെ നോക്കി നിസ്കരിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു. അള്ളാനെ വിചാരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അതെന്നെ കാണൂല. ശരിയല്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലേ? കയ്യണ്ട് കെട്ടിക്കഴിഞ്ഞാൽ കൊതുകിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോകും അല്ലേ? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്ന സമയത്ത് സഖത്തത്ത് ഹയ്യത്തും മിന സഖഫി വഹുവ ലാ യശ്ഉർ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുമ്പോൾ മോളിന്ന് പാമ്പ് താഴത്തേക്ക് വീണു. ബേക്കുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി ഓടി. മഹാനവർ കണ്ടതന്നില്ല. നമുക്ക് പാമ്പ് പോണ്ട, കൊതുക് പോയാൽ മതി. അതാ വ്യത്യാസം. ഉമർ ഖാദി
മുത്തുനബിന്റെ പരിശുദ്ധ റൗളയുടെ അടുക്കൽ ചെല്ലുകയാണ്. മുത്തുനബിയുടെ പരിശുദ്ധമായ റൗളന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഉമറുൽ ഖാദിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവിടുത്തെയോടുള്ള മഹബത്തിന്റെ ഭാഗമായി, സ്നേഹത്തിന്റെ ഭാഗമായി അവിടുന്ന് അങ്ങ് പാടിപ്പോയി, യാ അക്റമൽ ഖുറമ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബികും. ഇങ്ങനെ വിളിച്ച് കരയാണ് നബിയെ. പാവം ഉമർ കേരളത്തിൽ നിന്നാണ് വരുന്നത്, എത്രയോ ദൂരം സഞ്ചരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിവിടുന്ന് പോണെങ്കിൽ നബിയെ അങ്ങയൊന്ന് കാണണം, എനിക്കുള്ളിലേക്ക് കടക്കണം. ഇങ്ങനെ കരയന്നെ. മജഫദം സലമിന്നൈനൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദുൽ കൗനൈനി ഹയ്യം വമൈതം ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇങ്ങനെ കരഞ്ഞു പാടി. ആ പാടിയ കവിതയാണ് സല്ലൽ ഇലാഹു ബൈത്ത്. അതിനെക്കുറിച്ച് മുജാഹിദിന്റെ പുസ്തകത്തിൽ പറയുന്നത് പ്രസിദ്ധമായ സല്ലൽ ഇലാഹു ബൈത്തിന്റെ ഉടമസ്ഥനാണ് ഉമറുൽ ഖാദി. അതെ, ആ ഉമറുൽ ഖാദിയുടെ പിൻഗാമികളാണ് നമ്മൾ. അള്ളാഹു ചെയ്ത നിഅമത്ത് നോക്കുന്നുണ്ട്. നമ്മുടെ പൂർവികരൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ ജീവിച്ചവരാണ്. നമ്മൾ അവിടെ നിൽക്കുക, അതിൻ്റെ അപ്പുറം ഒന്ന് ചിന്തിക്കരുത്. ചിന്തിച്ചു പോയാൽ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ ആഖിറ നഷ്ടപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മരിക്കണ്ടേ? ഇന്നല്ലേ നാളെ മരിക്കണ്ടേ? എത്ര യുവാക്കളെ നിങ്ങൾ കണ്ടില്ലേ? ഓരോ ദിവസവും നമ്മൾ കാണുന്ന എത്ര ആൾക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്ത് മരിക്കുമ്പോഴും ഈമാൻ കിട്ടി മരിക്കണം. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ മഹാന്മാർ പറയുന്നു, അവൻ ഇസ്തിഖാമത്തിൽ ജീവിക്കണം, ആദർശം ശരിയായിരിക്കണം. റൂട്ട് ക്ലിയർ ആകാതെ മരിച്ചു കഴിഞ്ഞാൽ ആക്യുബത്ത് മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ റൂട്ട് ക്ലിയറായ റൂട്ടാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. വിദേഹത്തുകാർ കേരളത്തിൽ കെ മൗലവി വന്നപ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു പ്രസ്ഥാനം ഉണ്ടാക്കണം. ആ പ്രസ്ഥാനമാണ് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇത് കേവലം ഒരു സംഘടനയായിട്ട് കാണരുത്. ഇത് കേവലം ഒരു സംഘടനയല്ല. ആരാത് ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയ എത്ര വലിയ മഹാന്മാരാ, സൂഫിയാക്കളല്ലേ. കറാമത്തോടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാന്മാരാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നതിൻ്റെ 26ാമത്തെ മെമ്പറായിക്കൊണ്ട് ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ മഹാന്മാരുണ്ടാക്കിയതല്ലേ ഈ സമസ്ത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അത്ര അക്കാലത്തുള്ള ആളുകളൊക്കെ ആരായിരുന്നു? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ജീവിത വിശുദ്ധിയിൽ ജീവിച്ച മഹാനായിരുന്നില്ലേ? വലിയ ഭൂസ്വത്തിൻ്റെ ഉടമയായിരുന്നു. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ മേഖലയിലേക്ക് വരാൻ തന്നെ കാരണം എന്താ? ബാപ്പ ഒരു പാത്രം ഭക്ഷണം കൊടുത്തു വിട്ടു ഒരാൾ കൊണ്ടുപോകുന്ന വഴിക്ക് ഭക്ഷണം താഴത്ത് വീണുപോയി. ലക്ഷ്യത്തിലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ബാപ്പ പറഞ്ഞ കാര്യം നടപ്പിലാക്കില്ലല്ലോ, ഇനി എങ്ങനെ ബാപ്പാൻ്റെ മുഖത്തേക്ക് നോക്കുക? ഇത് പേടിച്ച് വീട് വിട്ടുപോയാളാ. അങ്ങനെ ദർസ് പോയി ചേർന്നു. ഇത് ബാപ്പ പറഞ്ഞു വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം മോൻ ഇത്ര ബഹുമാനം. അതാണ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. വലിയ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ജീവിത വിശുദ്ധി കഴിവിച്ച മഹാനായിരുന്നു. രാജ്യത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയ മഹാനായിരുന്നു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവരൊക്കെയാണ് സമസ്ത ഉണ്ടാക്കിയത്. പിൽക്കാലത്തെ സമസ്ത വളർത്തിയ ആൾക്കാരോ വലിയ കറാമത്തിൻ്റെ ആൾക്കാരല്ലേ. ഒരു കറാഹത്ത് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ പല പ്രാവശ്യം വായക്കാട് പ്രസംഗിക്കുമ്പോൾ മുജാഹിദിന് മറുപടി പറയുമ്പോൾ ഞാനിന്ന് മുജാഹിദിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പലവട്ടം ചോദിച്ച ചോദ്യമാണ്. നിങ്ങളൊന്നും വേണ്ട, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഇന്ന ഹറാമ് ചെയ്തു, ഒരു ഹറാമ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വേണ്ട, ഒരു കറാഹത്ത് ചെയ്തു ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? വായക്കാട്ടെന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അവരല്ലേ നമ്മൾ അനുകരിക്കേണ്ടത്? ദുആക്ക് ഇജാബത്തുള്ള മഹാന്മാരായിരുന്നില്ലേ? പുളിക്കൽ ചെറുമുക്കുന്ന സ്ഥലത്താണ് മഴയില്ലാതെ കുടുങ്ങി, ആളുകളില്ലാതെ പ്രയാസപ്പെട്ടു. അങ്ങനെ കണ്ണിയത്തുസ്ഥാനെ കൊടുത്ത് ദ്വാ ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചു. കണ്ണിയത്തുസ്ഥാന ദ്വാങ്ങൾ കേട്ടവർക്കറിയാം.
എനിക്ക് ഓർമ്മ, ഞാൻ ദർസിൽ ചേർന്ന ആ കൊല്ലാണ് കണ്ണിയത്ത് സഫാത്താണത്. അന്ന് പട്ടിക്കാട് ജാമ്യാനൂരുടെ സമ്മേളനം നടക്കുമ്പോൾ അന്ന് ജാമ്യയിലെല്ലാവരും സമ്മേളനത്തിൽ പോയിരുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആ ഉണ്ട് കേൾക്കാൻ വേണ്ടി പോകും. കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരു ദുആ ഉണ്ടായിരുന്നു, യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫഅൽ ലിമാ യുരീദ്. ഇങ്ങനെ കരഞ്ഞിട്ടൊരു ദുആ, അത് കേൾക്കാൻ എല്ലാവരും പോകും. അതിലിങ്ങനെ ആമീൻ പറയാം. കണ്ണിയത്ത് ഉസ്താദിനെ കൊടുന്നു. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ദുആ. പക്ഷേ മഴ പെയ്തില്ല. പരിപാടി കഴിഞ്ഞു. സംഘാടകർ പറഞ്ഞു, ഉസ്താദെ പോകല്ലേ. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ വാക്കെന്താ അറിയോ? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ എന്താ അറിയോ? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, കണ്ണിയത്ത് അഹമ്മദിനെ കൊണ്ടുവന്നത് ഇവിടെ മഴ ലഭിക്കാൻ വേണ്ടിയാണ്. മഴ കിട്ടാതെ കണ്ണിയത്ത് അഹമ്മദ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങൂല. ഞാനൊക്കെ ഇത് പറഞ്ഞാലേ എത്തിക്കാഫിന് നിയ്യത്ത് വെച്ച് അവിടെ ഇരിക്കേണ്ടി വരും, പിന്നെ ഇറങ്ങാൻ പറ്റൂല. കണ്ണിയത്ത് ഉസ്താദ് ഇത് പറഞ്ഞ് കഴിയേണ്ട താമസം ശക്തമായ മഴ പെയ്തു. കണ്ടോ, ഇവരാ നമുക്ക് നേതൃത്വം നൽകിയ ആൾക്കാർ. ഇവരെ പിന്നാലെ കൂടിയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ ആരെ പിന്നാലെ നമ്മൾ പോവുക? എന്താ ചോദിച്ചപ്പോൾ കിട്ടിയത്? ഇന്ന ലില്ലാഹി ഇബാദൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അള്ളാഹ്ക്ക് ചില അടിമകളുണ്ട്, ഒരല്ലാഹിനോട് കരഞ്ഞു പറഞ്ഞാലേ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് നടപ്പിൽ വരുമെന്നാ. നിങ്ങൾ നോക്കി, നിങ്ങൾ ഇന്നലകൾ കഴിഞ്ഞു പോയ ഓരോ നമ്മൾ ഉസ്താദുമാരൊക്കെ എന്തായിരുന്നു അവരൊക്കെ, എന്തൊരു സൂക്ഷ്മതയായിരുന്നു അവർക്ക്. പടച്ചോനെ പേടിച്ച് ജീവിച്ച ആൾക്കാരല്ലേ. KT മാനുമുസ്ലിയാർ നബറല്ലാഹു മർക്കദ, നമുക്ക് ഓർമ്മയില്ലേ, ഈ കോഴിക്കോട് വെച്ചല്ലേ മഹാർ വഫാത്താകുന്നത്. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സമ്മേളനം നടക്കുമ്പോൾ KT ഉസ്താദ് വീട്ടിൽ നിന്ന് വരുന്ന അസുഖമുള്ള ആളാണ്, കുടുംബങ്ങൾ പോണ്ടാറിഞ്ഞു. പക്ഷെ ഉസ്താദ് പോകുന്നു എന്തിന്? സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ചെറിയ വിഷയമില്ല, വലിയ പുണ്യമുള്ള കാര്യമാണ്. KT ഉസ്താദ് വന്നു, സദസ്സങ്ങനെ കണ്ടു, ഒന്നോ രണ്ടോ വാക്കൊക്കെ പറഞ്ഞു, അങ്ങനെ പോയി ഇരുന്നു അല്ലേ. പിന്നെ നേരെ വാഹനത്തിൽ കയറി വായുള്ള വെപ്പുവല്ലെടുത്തു. തൻ്റെ പ്രിയപ്പെട്ട മരുമകൻ ഹമീദ് ഫൈസിൻ്റെ തലയിൽ മടിയിൽ തല വെച്ച് കടന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു. ഇവരല്ലേ നമ്മൾ പിൻപറ്റേണ്ടത്? KC ജമാലുദ്ദീൻ മുസ്ലിയാർ SKSന്റെ ദശവാർഷിക മഹാസമ്മേളനം നടക്കുമ്പോഴല്ലേ ഉസ്താദ് പോകണമെന്ന് പറഞ്ഞു. കുടുംബങ്ങൾ പോകണ്ടായിരുന്നു, സുഖമില്ലാത്ത സമയമാണ്. നിർബന്ധിച്ചു. അവർ പറഞ്ഞു, ഞാൻ മരിക്കണേ, അവിടുന്ന് മരിച്ചോട്ടെ. അങ്ങനെയാണ് നമ്മുടെ പൂർവികരൊക്കെ. സമ്മേളനമൊക്കെ ഒരു വലിയ സംഭവമായിട്ട് കണ്ടത്. എൻ്റെ ഭാര്യ പിതാവ് എനിക്ക് നേരിട്ട് അറിയണ കാര്യമാണ്. CKM സാദിഖ് മുസ്ലിയാർ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ, സംസ്ഥയുടെ ട്രഷറാകുന്ന സമയത്താണ് കൊല്ലത്ത് സമ്മേളനം നടക്കുന്നത്. സാദിഖ് ഹുസൈൻ തീരെ വയ്യ, മൂത്രത്തിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്, ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ, ബൈപ്പാസ് കഴിഞ്ഞാലാണ്, പരനിലക്കുള്ള രോഗമുണ്ട്. കൊല്ലത്തായ സമ്മേളനം അതിന് കുടുംബങ്ങൾ മുഴുവൻ പറഞ്ഞു പോകണ്ട. എന്നോട് പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ. എന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ പോയിട്ടില്ലെങ്കിൽ സമ്മേളനം നടക്കും, പക്ഷേ ഞാൻ പോയിട്ടില്ലെങ്കിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ മഹത്വം, അതിൻ്റെ ബർക്കത്ത് എനിക്ക് കിട്ടൂല. സംസ്ഥാന സമ്മേളനം ഇവിടെ നടക്കുക, നമ്മളാരും പോയിട്ടില്ലെങ്കിൽ ആ സമ്മേളനം നടക്കും. അങ്ങനെ ആരെങ്കിലും മാറിയിച്ചിട്ടൊന്നും സമ്മേളനം നടക്കാതിരിക്കുന്നില്ല. പോയില്ലെങ്കിൽ പോകാത്തവർക്ക് പോയി, അത്രേ ഉള്ളൂ. നമ്മൾ പോകുന്നത് സമ്മേളനം വിജയിപ്പിക്കാനല്ല, അതിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബർക്കത്ത് ലഭിക്കും. അന്ന് സാദിഖ് ഉസ്താദ് ഉപയോഗിച്ച വാക്കതാണ്, ഞാൻ പോയിട്ടില്ലെങ്കിലും സമ്മേളനം നടക്കും, പക്ഷേ സമ്മേളനത്തിൽ പങ്കെടുത്തതിൻ്റെ ബർക്കത്ത് എനിക്ക് കിട്ടൂല, അതുകൊണ്ട് എനിക്ക് പോകണം. കാരണം ഇത് ചെറിയൊരു പ്രസ്ഥാനമല്ല. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളും അവർ നിസ്സാരക്കാരില്ല. എൻ്റെ ജില്ലയിൽ സംസ്ഥാന ഉപാധ്യക്ഷനാണ് നെല്ലായ ഉസ്താദ്. നെല്ലായ ഉസ്താദ് എൻ്റെ നാട്ടിലൊരു പ്രോഗ്രാമിന് വന്നു, തെയ്യോട്ടിച്ചിറയിൽ. അപ്പോൾ പരിപാടി തുടങ്ങാൻ ഒരു മണിക്കൂർ വഴുകുമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദ് റൂമുണ്ട്, അവിടെ പോയി കിടക്കാവുന്ന വിശ്രമിച്ചോളൂ. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ചോദ്യം എന്താ അറിയോ? തൊഹഫ കിട്ടുമോ ചോദിച്ചു. നമ്മൾ ചോദിക്കും വൈഫൈ ഉണ്ടോ ചോദിക്കും. അരമണിക്കൂർ ലൈറ്റ് ആവുന്ന നമ്മൾ വൈഫൈ ഉണ്ടോ ചോദിക്കും. നമുക്ക് തൊഹഫയൊക്കെ വൈഫൈയാ. എല്ലാ ദിവസവും ചോദിച്ചു തൊഹഫ കിട്ടുമോ? തൊഹഫ എന്താ? ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. തൊഹഫ കിട്ടുമോ ചോദിച്ചു. ഞാൻ തുഹ്ഫത്തുൽ മുഹ്താജ് കൊണ്ടുപോയി കൊടുത്തു. അരമണിക്കൂർ ഞാൻ ഉസ്താദ് പറഞ്ഞെങ്കിലും 1 മണിക്കൂർ വൈകി തുടങ്ങാൻ. ഞാൻ ചെന്ന് നോക്കും, ഉസ്താദ് ആ കിതാബ് പിടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഉസ്താദിനെ കുറിച്ചാണ് ഈ പറയണത്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദേ പരിപാടി തുടങ്ങാറ്. ആയോ? 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. അങ്ങനത്തെ ആളുകളാണ് സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിലെന്തൊരു അക്ഷരം പറയരുത്. നമുക്ക് വേണ്ടെങ്കിൽ പതുക്കണ്ട് പോവുക. ഒരക്ഷരം പറഞ്ഞാൽ അത് വലിയ വിപത്തായിരിക്കും. ലാ തഗ്തബന്ന അഹദൻ ഫളൻ അനിൽ ഉലമാ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദുൽ കാഹിരി തങ്ങൾ തൻ്റെ റസാനത്തിൽ പറയുന്നുണ്ട്, ആലിമീങ്ങളെ ചീത്ത പറയാൻ പോകരുത്, ആലിമീങ്ങളെ ഗീബത്ത് പറയരുത്. ഫഇന്ന ഫീ ലഹ്മിഹിം ദഅഫുൻ. ആലിമീങ്ങളെ മാംസത്തിൽ ഒരു തരം വിഷമുണ്ട്. വിഷം കഴിച്ചാൽ, വിഷം കഴിക്കുമ്പോൾ നെയ്യത്ത് വെച്ച് കഴിക്കണമെന്നില്ല. ഉണ്ടോ? ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാനിത് ആത്മഹത്യ ചെയ്യുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നബൈത്തുല്ല ആത്മഹത്യ എന്നൊക്കെ പറയണോ? അതിൻ്റെ ആവശ്യമില്ല. വിഷം കുടിച്ചാൽ തന്നെ മരിച്ചോളൂ. റസാനത്ത് പറയാണ് അതൊരു വിഷമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടെന്നും ആലിമ്യങ്ങളെ വേക്കെട്ടെടുക്കാൻ നിൽക്കരുത്. ആലിമ്യങ്ങളെ ചീത്ത പറയാൻ പോകരുത്. നമ്മുടെ നാവിൽ അങ്ങനത്തെ കാര്യം പറയണ്ട. അങ്ങനത്തൊന്നും എഴുതിപ്പോകരുത്. ആവശ്യമില്ലാത്ത വാക്കുകൾ നമ്മൾ എഴുതിപ്പോകരുത്. അതൊക്കെ ആക്കിബത്ത് മോശമായി പോകും. ഈമാൻ നഷ്ടപ്പെട്ടു പോകും. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല. ഇത് ഗൗരവത്തിൽ കാണുക. നമ്മുടെ ഉസ്താദുമാരെ കാണിച്ചെന്ന ആ പരിശുദ്ധമായ വഴിയിലൂടെ പോവുക. അതേ നമുക്ക് രക്ഷയുള്ളൂ. ഈമാൻ സലാമത്തായി മരിക്കാൻ, നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗം അതാണ് മനസ്സിലാക്കുക. ഞാനതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാളെ മഹ്ശറയിൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയം, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ദുർബല നിമിഷങ്ങളിൽ വന്നുപോയ തെറ്റുകൾ കാരണമായിട്ട് ഒരു പക്ഷേ നമ്മൾ നരകത്തിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അമ്മി പറയൂ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ കിടത്തട്ടെ. അങ്ങനെ ഒരു പക്ഷേ നരകത്തിൽ പോയി സങ്കല്പിക്കുക. അവിടെയാണ് ഈ ഉസ്താദുമാരോട്ട് ബന്ധമുണ്ടായതിൻ്റെ ഗുണം ഞാൻ പറയുന്നത്. ആലിമീങ്ങളുമായി കൊണ്ട് ബന്ധമുണ്ടാകുന്നതിൻ്റെ ഗുണം പറയുന്നത്, ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു ഫാത്തിഹമാന്മാരെ ഓതണം. ഷംസുലുമിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. നിങ്ങൾ കണ്ണിയത്തു സാരിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. അത് ഓതാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാവരുത്. അവർക്കൊരു ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ ബറക്കത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നാളെ മഹ്ശറിലിരിക്കുമ്പോൾ ആ മഹാന്മാരായ ആളുകൾ നമുക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ, നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ മഹാന്മാരായ ആലിമീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഉണ്ടാകുമെന്ന് സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മിഷ്കാത്തിൽ കാണാം. ഇതിനാണ് സമസ്തൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്ത് കിട്ടും നോക്കിയിട്ടല്ല. ഇവിടെ നമ്മൾ പഞ്ചായത്ത് മെമ്പറാകാൻ പോണില്ല, അല്ലെങ്കിൽ MLA ആകാൻ പോണില്ല, ഒരു MP ആകാൻ പോകുന്നില്ല. നമ്മുടെ ആഗ്രഹം ഇവിടെയല്ല, അവിടെ രക്ഷപ്പെടണം, പരലോകത്ത് രക്ഷപ്പെടണം. അതിനാണ് സമസ്തൻ്റെ കൂടെ നിൽക്കുന്നത്, സമസ്തൻ്റെ ആലിമ്യങ്ങളെ സ്നേഹിക്കുന്നത്, അതിൻ്റെ കൊടി പിടിക്കുന്നത്, അതിൻ്റെ പിന്നാലെ നടക്കുന്നത്. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഞങ്ങളെ ഈ ഒത്തുകൊള്ളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഇത് നാളത്തേക്കുള്ളിൽ അമലാക്കി നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അള്ളാഹ്. സ്വർഗം നിർബന്ധമാക്കണേ അള്ളാഹ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സഹായിച്ചവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ ആശയത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ മനോഹരമായി മുസ്തഫ അഷ്റഫി ഉസ്താദ് നമ്മളോട് സംവദിച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യരായ നമ്മുടെ നേതാക്കൾ, സമകാലിക സാഹചര്യത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ നിലപാടുകളുടെ പ്രസക്തിയും ഒക്കെയാണ് നമ്മളോട് സംവദിക്കുന്നത്. ബഹുമാനപ്പെട്ട OP അഷ്റഫ് സാഹിബ്, ബഹുമാനപ്പെട്ട സത്താർ സാഹിബ്, ഇവരുടെ സംസാരത്തിന് ശേഷം നമ്മുടെ സംഘടനവുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കെന്തും തുറന്ന് ചോദിക്കാം. അതൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അതിനുശേഷം നമ്മുടെ ജില്ലയിൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ 100ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനം കൂടി പങ്കുവച്ച് നമ്മുടെ അവാർഡ് ദാനമൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് 5 മണിയാകുമ്പോഴേക്കും നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സത്താർ സാഹിബിൻ്റെ
വിഷയാവതരണത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട SKSSFൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OPM അഷ്റഫ് സാഹിബ് നമ്മളോട് സംവദിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.